ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചു. അപ്പോൾ പുത്തുമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ തമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ മീശോ എന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആണെന്ന് കാണിച്ചാൽ വന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വില 300 താഴെ നിൽക്കുന്ന സംഭവങ്ങളാണ്. 300 ചിലതിനൊക്കെ ഉള്ള 200, 100. പിന്നെ അതുപോലെ തന്നെ ഈ ഞാട്ടേക്ക് ഈ സംഭവം 78 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുറച്ച് വില കൂടി തോന്നുന്നു. ഇപ്പോൾ 110, 120 തോന്നുന്നു. എന്നാലും ഈ സംഭവം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ ചേർക്കുന്ന ചാനൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ വന്നാൽ 78 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണിത്. ഇപ്പോൾ ഏകദേശം 112, 16 തോന്നുന്നു പ്രൈസ്. പക്ഷേ ഈ ഒരു പ്രൈസിൽ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഇതേപോലെ ഇടാം. നല്ല സോഫ്റ്റാണ്, ഇങ്ങനെ ഭയങ്കര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വലിച്ച് നീട്ടിയാലും നല്ല അടിപൊളിയായിട്ട് മേത്ത് എടുക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇതാണ്. കാരണം അതിൻ്റെ പ്രൈസാണ് ഇത്ര വില കുറവാണ്. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ അടുത്ത സംഭവം ഇതാ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷർട്ട്. അപ്പോൾ ഇതിൽ ഷർട്ട് മാത്രമല്ല, വേറെ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷർട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് സ്ട്രൈപ്സൊക്കെ ഉള്ള കുറേ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഷർട്ടാണിത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം 300 രൂപയ്ക്ക് താഴെയാണ് എല്ലാത്തിനും പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വാങ്ങണമെങ്കിൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത ഷർട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത സംഭവം. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ആസ്തെറ്റിക് ഒരു ഡിജിറ്റൽ ക്ലോക്കാണിത്. നമ്മുടെ റൂമിലൊക്കെ വെച്ച് അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സംഭവമാണിത്. ചെറിയ സംഭവമാണ്. അപ്പോൾ ഇതിനും ഏകദേശം ആ റേഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത്. 248 അതിൻ്റെ പ്രൈസ്. ആ പ്രൈസിന് എന്തായാലും അടിപൊളി സംഭവമാണ്. ഞാൻ കുറച്ച് ദിവസമായി യൂസ് ചെയ്യാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതേപോലത്തെ കൂളിംഗ് ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിന് ഏകദേശം 180 തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മുടെ മമ്മൂക്ക ഈ ഒരു ഫോട്ടോയിൽ ഇട്ടേക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ വേറെ കൂളിംഗ് ഗ്ലാസും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ ഇത് നമ്മുടെ റൈബാൻ്റെ കൂളിംഗ് ഗ്ലാസിൻ്റെ സ്റ്റൈലിലുള്ളതാണ്, വിത്ത് ഗോൾഡൻ ഫ്രെയിമാണ്. അപ്പോൾ ഇതും അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വലിയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പ്ലെയിൻ ഷർട്ടുകൾ കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞ നല്ല പ്രൈസ് ഇനി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ടല്ലോ. എല്ലാത്തിനും 300 രൂപയ്ക്ക് താഴെ തന്നെയാണ് പ്രൈസ് വരുന്നത്. 200 രൂപയ്ക്ക് താഴെ ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ ഇത് ഒരു വൈറ്റ് ഷർട്ടാണ്. അപ്പോൾ കുറച്ച് ഒരു കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ പോലത്തെ ഷർട്ടാണ്. നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ഷർട്ടാണിത്. ഒരു പ്ലെയിൻ ഗ്രീൻ ഷർട്ട് വിത്ത് ഈ ഒരു ടൈപ്പ് കളർ, എന്താ ചൈനീസ് കളർ എന്നാണ് പറയില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കളറാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സംഭവം നോക്കി നോക്കാം. പിന്നെയുള്ള നമുക്ക് ഒരു ബ്രൗൺ പ്ലെയിൻ ടീഷർട്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകത ഇങ്ങനെ ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു വൈറ്റ് കുർത്തയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കുർത്ത കൂടി കാണിച്ചത്. അടുത്ത സംഭവം നേരത്തെ വന്നത് വൈറ്റ് കുർത്തയാണ്. അപ്പോൾ ഇത് പ്ലെയിൻ അല്ല, പ്ലെയിൻ ഒരു ടെക്സ്ചർ പോലെ സംഭവം ഉണ്ട്. ഇതുമ്പോൾ പ്ലെയിൻ കളറാണ്, പക്ഷേ അത് ടെക്സ്ചർ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അല്ലു അർജുൻ ഇട്ടേക്കണ ഫോട്ടോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അല്ലു അർജുൻ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ തന്നെയാണ് മീഷോയിലും കൊടുത്തേക്കണേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഷർട്ടാണിത്. സെയിം അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിലുള്ള ഷർട്ടാണ്. അപ്പോൾ ഇനി ഒരു ഷർട്ടും കൂടെ ഉള്ളൂ. പിന്നെ 2 മുണ്ടുകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ആട് സിനിമയിലത്തെ ഷാജി പാപ്പൻ്റെ മുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത ഷർട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ ദേവദാസ് സിനിമയിൽ ജൂനിയർ NTR ആ ഒരു സോങ്ങിലിടുന്ന സെയിം ഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും മീഷോയിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷർട്ട്, സെയിം അതേപോലത്തെ ഷർട്ട്. ഒരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണിത്, ഇങ്ങനെ സിൽക്ക് പോലെ. അപ്പോൾ ഇനി 2 മുണ്ടുകളുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇനിയുള്ള 2 മുണ്ടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മുണ്ട്, ബ്ലാക്ക് മുണ്ട് വിത്ത് ഗോൾഡൻ കരയാണ്. അപ്പോൾ ഇത് നമ്മുടെ രാജമാണിക്യം സിനിമയിലത്തെ മമ്മൂട്ടിയുടെ മുണ്ടാണ്. രാജമാണിക്യം മുണ്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് മുണ്ട് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഷാജി പാപ്പൻ്റെ മുണ്ടുണ്ട്, അതായത് ബ്ലാക്കും റെഡും ഉള്ള മുണ്ട്. അപ്പോൾ ഇതാണത്, കാണുമ്പോൾ ബ്ലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റെഡാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഉള്ളിൽ റെഡും പുറത്ത് ബ്ലാക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ റീൽ ഞാൻ ഇൻസ്റ്റയിലിട്ടപ്പോൾ കുറേ പേര് എന്നോട് ഇതിൻ്റെ ലിങ്ക് അയച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആട് സിനിമയിലത്തെ ഷാജി പാപ്പൻ്റെ മുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രത്തോളമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.